കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കേരള സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികളും പുറത്തായിപ്പോയി. അപ്പോൾ സ്വാഭാവികമായി ഇത്തവണ കുറെ കൂടി ഒരു നീതിപൂർവകമായ ഒരു മാനദണ്ഡം എന്ന നിലയ്ക്ക് സർക്കാർ തമിഴ്നാട് മോഡൽ സ്വീകരിക്കുകയുണ്ടായി. കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയാവുന്ന ഒരു മെക്കാനിസം അഡോപ്റ്റ് ചെയ്തു. പക്ഷെ അപ്പോഴും ആ മെക്കാനിസം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് എൻട്രൻസ് കമ്മീഷണർക്ക് അതിനകത്ത് വളരെ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അപേക്ഷ സ്വീകരിക്കുമ്പോൾ പ്രോസ്പെക്ടസിൽ പറഞ്ഞ കാര്യം പാലിക്കാതെ വേറൊരു കാര്യം പ്രോസ്പെക്ടസ് ഭേദഗതി ചെയ്ത് വരുത്തുമ്പോൾ അവിടെ ഒരു നീതി നിഷേധമുണ്ട്. അത് കൃത്യമായും ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ആ കാര്യം ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ശരിയാണ്. പക്ഷേ നീതി എന്നുള്ളത് വേറൊരു തുലാസിൽ വെച്ച് തൂക്കിയാൽ വേറൊന്നാവും. ഞാൻ ഈ പ്രോസ്പെക്ടസ് മാറ്റുന്ന കാര്യമല്ല പറഞ്ഞത്, മറിച്ച് ഈ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നീതി നിഷേധിക്കപ്പെട്ടു എന്ന് കേരള സിലബസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക്, ഭൂരിഭാഗം വരുന്ന പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കും തോന്നാം. ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സർക്കാർ ഇത് കുളമാക്കി എന്ന് തോന്നുന്നുണ്ടോ? അല്ല, സർക്കാർ കുറച്ചുകൂടി അവധാനതയോടുകൂടി പെരുമാറേണ്ടിയിരുന്നതാണ്. ഇത് എന്തൊരു കഷ്ടമാണ്. കാരണം കഴിഞ്ഞ അധ്യയന വർഷത്തിൽ തന്നെ ഈ ഒരു പ്രതിസന്ധി ഉടലെടുത്തതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ വെക്കുന്നു. പക്ഷേ അതെല്ലാം വളരെ വൈകിയാണ്. ഏപ്രിൽ മാസമാണ് അതിനെ സംബന്ധിക്കുന്ന റിപ്പോർട്ട് നൽകുന്നത്. അതിനുശേഷം പരീക്ഷ നടക്കുന്നു. പരീക്ഷ കഴിഞ്ഞതിന് ശേഷം പിന്നെ 2 മാസം റിസൾട്ട് വരാൻ വൈകുന്നു. അതിനുശേഷം ഉത്തരവിറങ്ങാൻ വീണ്ടും ഒരുപക്ഷെ ഇതിനെ സംബന്ധിക്കുന്ന ഈ സമീകരണം എന്ന് പറയുന്ന നോർമലൈസേഷൻ പ്രോസസ്സിനെ സംബന്ധിച്ച് പുതുതായി തമിഴ്നാട് മോഡൽ എടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും ആ തീരുമാനത്തിൻ്റെ അപ്രൂവൽ, സംസ്ഥാന സർക്കാരിൻ്റെ അപ്രൂവൽ കിട്ടാൻ ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയുടെ ടേബിളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവിടെ നിന്ന് അനുമതി കിട്ടാൻ വൈകുന്നു. അപ്പോൾ നമുക്കൊരു എൻട്രൻസ് കമ്മീഷണറുണ്ട്. ആ എൻട്രൻസ് കമ്മീഷണർ ഇത് യഥാസമയം ഈ കാര്യങ്ങൾ നീക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ 69,000-ഓളം വിദ്യാർത്ഥികളുടെ ഭാവി ഇത്തരത്തിൽ തുലാസിലാടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമായിരുന്നില്ല. ഹൈക്കോടതിയിൽ ഈ പ്രശ്നം ചർച്ചയ്ക്ക് പോലും എടുത്തില്ല. കാരണം അവസാന നിമിഷം പ്രോസ്പെക്ടസിൽ ഇങ്ങനെ ഉൾപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ, അഥവാ ഏത് പ്രോസ്പെക്ടസ് പ്രകാരമാണോ ഈ പറയുന്ന പരീക്ഷ നടന്നത് അതിന് വിരുദ്ധമായി മറ്റൊരു നിർദ്ദേശം വരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാൽ സ്വാഭാവികമാണ് ഹൈക്കോടതി അത് റദ്ദാക്കുമല്ലോ. അത് അങ്ങനൊരു നിയമത്തിന് മുന്നിൽ വന്നാൽ ആ ഒരൊറ്റ ടെക്നിക്കലായിട്ടുള്ള കാര്യം മാത്രമേ കോടതി പരിഗണിക്കാറുള്ളൂ സാധാരണഗതിയിൽ. അത് മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ ചെന്നു, അവിടെയും അത് അവരെടുക്കാൻ പോലും തയ്യാറാകുന്നില്ല. അപ്പോൾ പിന്നെ ഇനി വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും? എത്ര കഷ്ടപ്പെട്ട് പഠിച്ച വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഞാനിപ്പോൾ CBSE എന്നോ സ്റ്റേറ്റ് സിലബസ് എന്നോ അതിലെ 60-70% വിദ്യാർത്ഥികൾ സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികളാണ്. 25-26% CBSE വിദ്യാർത്ഥി, 2% ICSE വിദ്യാർത്ഥികൾ വരുന്നത്. ഞാൻ പറഞ്ഞത് അത് എത്ര ശതമാനമായിക്കോട്ടെ, ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പോലും വളരെ കഷ്ടപ്പെട്ടാണ് അവർ ഈ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി പഠിക്കുന്നത്. അപ്പോൾ അവിടെ ഈ പറയുന്ന 50-50 ഫോർമുല, 50% മാർക്ക് ഈ പറയുന്ന എൻട്രൻസിനെ അടിസ്ഥാനപ്പെടുത്തി, ബാക്കി 50 അവരവർ പഠിച്ച സ്കീമിൻ്റെ, അവരവർ പഠിച്ച സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിയ മാർക്കിനെയും ആധാരപ്പെടുത്തുമ്പം അത് തന്നെ ശാസ്ത്രീയമാണോ എന്ന് പരിശോധിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ വ്യത്യസ്ത സിലബസുകളിൽ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്റ്റാൻഡർഡൈസേഷൻ മെക്കാനിസം വേണം. അതിനെ സംബന്ധിച്ച് എന്തായാലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്കീം ഉണ്ടാക്കുക അസാധ്യമായ കാര്യമാണ്, തർക്കമില്ല. കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കേരള സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികളും പുറത്തായിപ്പോയി. അപ്പോൾ സ്വാഭാവികമായി ഇത്തവണ കുറെ കൂടി ഒരു നീതിപൂർവകമായ ഒരു മാനദണ്ഡം എന്ന നിലയ്ക്ക് സർക്കാർ തമിഴ്നാട് മോഡൽ സ്വീകരിക്കുകയുണ്ടായി. അവിടെ കുറച്ചുകൂടി ബെറ്റർ അല്ലെങ്കിൽ ഏറ്റവും മികച്ചതെന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയാവുന്ന ഒരു മെക്കാനിസം അഡോപ്റ്റ് ചെയ്തു. പക്ഷെ അപ്പോഴും ആ മെക്കാനിസം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് എൻട്രൻസ് കമ്മീഷണർക്ക് അതിനകത്ത് വളരെ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. യഥാസമയം ഇടപെട്ടില്ല. ഇതിനകത്ത് തീർച്ചയായിട്ടും ഡിലേ വരുത്തി ഒരു കുറ്റകൃത്യമാണ്. കുഴപ്പമുണ്ടാക്കിയത് ഒരു സംശയവും വേണ്ട, ഡിലേ ആണ്. കാരണം ഈ പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് ഈ ഫോർമുല പുനഃപരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ നീക്കം പോലും നടന്നത്. ഫെബ്രുവരിക്ക് ശേഷമാണ്, ഏപ്രിൽ മാസത്തിലാണ് വിദഗ്ധ സമിതി രൂപീകരിച്ചത്. അപ്പോൾ വൈകി ചെയ്ത കാര്യം ആത്യന്തികമായി ഇത്രയധികം വിദ്യാർത്ഥികളുടെ ആശങ്കയ്ക്ക്, അവരുടെ ഭാവി തുലാസിലാവുന്നതിന് ഇടയാക്കി എന്നുള്ളത് ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായി പറഞ്ഞു പോകണം.